ഹലോ ഹായ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ ഡയറ്റിനെ കുറിച്ചൊക്കെ പറയാനാണ്. ഞാനൊരിടം വരെ പോവുകയാണ്. കുരിയോടുള്ള വെക്സൈത എന്ന് പറയുന്ന റിഹാബിലിറ്റേഷൻ സെൻറ്റർ, ഡിസബിലിറ്റി ഉള്ളവരുടെ അവിടെയാണ് പോണത്, പുനരധിവാസ കേന്ദ്രം. അവിടെ പോവുകയാണ്. ഒരു പ്രോഗ്രാമുണ്ട്, ഒരു ചരമവാർഷികം. അവിടെ പോയി ഒന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വരണം, പ്രാർത്ഥനയിൽ പങ്കെടുക്കണം, ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം ഞാൻ ആരുടെയും വീഡിയോ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ പോകുന്നത് എന്താണെന്നൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഡയറ്റിനെ കുറിച്ച് പറയാം. ഞാൻ എന്തിനാണ് ഡയറ്റ് തുടങ്ങിയെന്ന്. എനിക്ക് എന്തായാലും പീരിയഡ്സ് പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പീരിയഡ്സ് പ്രശ്നം ഉള്ളപ്പോൾ എൻ്റെ ഡോക്ടർ, ഞാൻ എല്ലാം പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഉഷാദേവി ഡോക്ടറുണ്ട്. അപ്പോൾ ഡോക്ടറോട് ഞാൻ ഇങ്ങനെ ഗൈനക്കോളജിയാണ്. അപ്പോൾ ഡോക്ടറോട് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, മോളെ എന്തായാലും സ്കാൻ ചെയ്യും എന്ന് പറഞ്ഞു. ഇനി മെനോപോസ് ആണോ എന്നറിയത്തില്ല. കാരണം ചിലർക്ക് വളരെ നേരത്തെ മെനോപോസ് ഉണ്ടാവാറുണ്ട്. മെനോപോസ് അഥവാ ആർത്തവ വിരാമം അങ്ങനെ വരാറുണ്ട്. എന്തായാലും നീ ഒന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഫാറ്റി ലിവറാണ് പ്രശ്നം. ഫാറ്റി ലിവർ അതിൻ്റെ മൂർധന്യ അവസ്ഥയിലാണ്, മൂന്നാമത്തെ സ്റ്റേജിലോട്ട് കടക്കാറായി. അപ്പോൾ അത് വളരെ ദോഷം ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ഡോക്ടർമാർ പറയുന്ന ചില വീഡിയോകൾ കാണാറുണ്ട്. അതിൽ ഫാറ്റി ലിവർ വരാൻ കാരണം പല കാരണങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ ഫാറ്റി ലിവർ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് വരാറുണ്ട്, സ്ത്രീകൾക്ക് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ ഇരുന്ന് ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇരിക്കേണ്ടി വരുന്നവർ, ഞങ്ങളെപ്പോലെ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരോടൊക്കെയാണ് പറയുന്നത്, ഇരിക്കേണ്ടി വരുന്നവർക്ക് ഫാറ്റി ലിവർ വരാറുണ്ട് എന്നാണ് പറയുന്നത്. വ്യായാമമില്ലാത്ത ജീവിതക്രമമായതുകൊണ്ടാണ്. അപ്പോൾ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ മിക്കവാറും പേരും പറഞ്ഞു ഇഷ്ടമുള്ളതൊക്കെ കഴിക്കു വച്ചേ നീ എന്ന്. കുറേ ആൾക്കാർ എന്നോട് ഡയറ്റ് ചെയ്യാനും കുറേ ആൾക്കാർ അങ്ങനെയും പറയും കേട്ടോ. സ്നേഹമുള്ളവരാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ചോറും പഞ്ചസാരയുമാണ്. ഇത് രണ്ടും ശരീരത്തിന് ദോഷം തന്നെയാണ്. നമുക്ക് കൊതി തോന്നുന്നുവെങ്കിൽ കഴിക്കാമെന്നല്ലാതെ ഈ സംഭവത്തെ ഒഴിവാക്കുക തന്നെ. എൻ്റെ വയറൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ 28 കിലോ 30 കിലോ ഒക്കെ തൂക്കുണ്ടായിരുന്ന എനിക്ക് എൻ്റെ വയറൊക്കെ തന്നെ ഇപ്പോൾ 50 കിലോ ഉണ്ടെന്ന് തോന്നുന്ന വിധത്തിൽ ഞാൻ ആയിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്കത് പറയാം. അപ്പോൾ രാവിലെ ഞാനൊരു ഇന്ന് അരിപ്പുട്ടായിരുന്നു കേട്ടോ. ഇന്നലെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, അരിപ്പുട്ടായിരുന്നു. അപ്പോൾ ഒരു നുള്ള അരിപ്പുട്ട്, ഒരു കൈക്കെടുക്കാനുള്ള അരിപ്പുട്ട് കഴിച്ചതേ ഉള്ളേ. അതുകൊണ്ടാണ് എനിക്ക് ഉച്ചയായപ്പോൾ ഷുഗർ കൊണ്ട് താഴ്ന്നു. അപ്പോൾ ഞാനൊരു ഈത്തപ്പഴം എടുത്ത് കഴിച്ചുകൊണ്ടാണ് പോണത്. അതാണ് ചവയ്ക്കുന്നത് കേട്ടോ, വേറെ ഒന്നും തോന്നരുതേ. ഈ തോന്നിയാലും പറയാനുള്ളത് പറയാമെന്ന് വിചാരിച്ച് പറയുന്നതാണ് കേട്ടോ. കുറേ പേരൊക്കെ ഇഷ്ടപ്പെട്ട് കാണുന്നവരുണ്ടല്ലോ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഡയറ്റ് എടുത്തത്. അപ്പോൾ നമ്മൾ ഈത്തപ്പഴമൊക്കെ കഴിച്ച് അപ്പോഴേ വായി കഴിക്കണം. അപ്പോൾ എനിക്കത് പറ്റിയില്ല കേട്ടോ, അതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ചോറ് ഒഴിവാക്കാം. നമുക്ക് എല്ലാ ഡയറ്റ് പ്രകാരം ജീവിക്കാൻ പറ്റില്ല. രാവിലെ നട്ട്സ്, പിന്നെ കുറേ മുട്ടയുടെ വെള്ള, അങ്ങനെ ചിക്കൻ സലാഡ്, അങ്ങനെയൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. നമ്മളെക്കൊണ്ട് പറ്റുന്നത് എന്തരാണോ അത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മിക്കവാറും ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചിക്കൻ ഉണ്ടാവാറുണ്ട്. കാരണം ചിക്കൻ കാന്താരിക്കും ചിക്കൻ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ മേടിക്കുന്നത്. അതുകൊണ്ട് ചിക്കനോ അല്ലെങ്കിൽ ബീഫിനോ കുറവില്ല. അപ്പോൾ ബീഫ് കഴിക്കണ്ട. ബീഫ് ആവശ്യത്തിന് കൊതി വരുന്നെങ്കിൽ മാത്രം കഴിച്ചാൽ മതി. നന്നായിട്ട് ഫാറ്റി ലിവർ വരാൻ സാധ്യതയുള്ളവർ കൺട്രോൾ ചെയ്തോളൂ. ചോറ് നിങ്ങൾ ഉച്ചയ്ക്ക് കുറച്ചിട്ട് പച്ചക്കറികൾ കഴിച്ചോ. പിന്നെ എത്ര കഴിച്ചെന്ന് വിചാരിച്ചാലും ഈ വയറ് കുറയാനൊന്നും പോണില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, വ്യായാമം ചെയ്യുന്നില്ല. പക്ഷേ എൻ്റെ ഫാറ്റിൻ്റെ അളവ്, ഫാറ്റി ലിവറിലോട്ട് പോകുന്ന ഒരു സംഭവത്തെ ഞാൻ കുറയ്ക്കാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഒട്ടും ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല. കാരണം ഒരു പിടി ചോറ് കഴിക്കും. നമ്മളെപ്പോലുള്ളവർക്ക് ചിലപ്പോൾ ഒരു പിടി റേഷനരിയും കൂടെ ചേർത്ത് നമുക്ക് ചോറ് വയ്ക്കാൻ പറ്റൂലേ. 50 രൂപയ്ക്ക് മീൻ കിട്ടും, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് മീൻ കിട്ടും അല്ലേ. 100 രൂപയുടെ മീൻ വാങ്ങിക്കുന്നത് വിരളമാണ് കേട്ടോ. 100 രൂപയ്ക്ക് വാങ്ങിയ 2 ദിവസമായിട്ട് എടുക്കും. കാരണം മീൻ കറിയൊക്കെ കുറച്ച് മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ പട്ടിണി കാര്യം പറയണമെന്ന് നിങ്ങൾ വിചാരിക്കും. പട്ടിണി കാര്യമല്ല, പക്ഷേ വളരെ മിതമായിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. വളരെ ആഹാരത്തിന് ചിലവ് വലിയ കൂടുതലൊന്നും അല്ല. ഒരു 100 രൂപയ്ക്ക് പച്ചക്കറി മേടിച്ചാൽ സത്യം പറയട്ടെ നമുക്ക് ഒരാഴ്ച കൂടുതൽ എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് നമ്മൾ വയ്ക്കുന്നത്. ഇപ്പോൾ പച്ചക്കറി കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് കുറച്ച് കൂടുതലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളൊന്നും വാങ്ങിച്ച് വെച്ചിരുന്ന് കഴിക്കാനോ നട്ട്സ് ഒന്നും വാങ്ങിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ആർക്കും ഗൾഫിലൊന്നുമില്ല കൊണ്ടുതരാനൊന്നും. വല്ലരും വരുമ്പോൾ കൊണ്ടുതരും, അത്ര തന്നെ. അല്ലാതെ നമുക്ക് നട്ട്സ് ഒന്നും വാങ്ങിയിട്ട് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല.
അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ കൂടുതൽ നമുക്ക് വിശപ്പിന് വേണ്ടി നമ്മൾ ചോറേ കഴിക്കുകയുള്ളൂ. അപ്പോൾ ചോറൊക്കെ അങ്ങനെ ഞാൻ ഈ 2 സ്പൂൺ ചോറ്, നമുക്ക് വീട്ടിലൊരു കരണ്ടി ഉണ്ടായിരുന്നു, ആ കരണ്ടി വെച്ചിട്ട് 2 സ്പൂൺ ചോറ് ഉച്ചയ്ക്ക് എന്തായാലും കഴിക്കാറുണ്ടായിരുന്നേ. ആ ചോറ് ഞാൻ കഴിക്കും. പിന്നെ ഞാൻ നല്ല മീൻകറിയാണെങ്കിൽ ചിലപ്പോൾ രാത്രി കഴിക്കാറുണ്ട്. പക്ഷേ എൻ്റെ ഫാറ്റ് എൻ്റെ കരളിനെ ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പഞ്ചാരയും ചോറും കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ എനിക്കൊരു കൊതിയുണ്ട്, ഞാൻ ഇപ്പോൾ പോണ സ്ഥലത്ത് നിന്ന് ഞാൻ കഴിക്കുമോ ഇല്ലയോ, അത് എൻ്റെ അന്നത്തെ ഒരു മൂഡ് പോലെ ഇരിക്കും. ഞാൻ പോണത് MC റോഡിൽ തന്നെയാണ്. ബെക്സൈദ കുരിയോടെത്തുമ്പോൾ, നിങ്ങൾ ചടയമംഗലം എത്തുന്നതിന് മുന്നെയാണ് ക്ലിമാറ്റിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഒരു ഒട്ടോട്ട് ഒന്ന് കയറി നോക്കണം, ഒരു അത്ഭുത ലോകം തന്നെയാണ് കേട്ടോ. ഭയങ്കര സൂപ്പർ ഒരിടമാണ്. നമുക്ക് അവരെന്നെ ഇവിടെ നിൽക്കുന്നോന്നൊക്കെ പറഞ്ഞിട്ട് വീൽ ചെയറിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെന്നപ്പോൾ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ആരെയും കാണിക്കാതെ ചോറൊന്നും എടുത്താണ്. ചോറ്, അവിയൽ, സാമ്പാർ, മീൻകറി അങ്ങനെയൊക്കെ ഉള്ളത്, ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ചോറൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കഴിക്കാൻ പറ്റുന്നുള്ളൂ, ചോറൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ലതാദികൾ, സസ്യലതാദികളാണ് കേട്ടോ. പുറത്ത് അത്രയും കോറിഡോറിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിച്ചു. എല്ലായിടത്തും എനിക്ക് പോകാൻ പറ്റും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകാൻ പറ്റും. മുകളിലുമൊക്കെ ഉണ്ട്. അവിടെ ഒരുപാട് അന്തേവാസികളും ഉണ്ട്. ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുന്നവർ കൊടുത്താൽ വളരെ നല്ല കാര്യമായിരിക്കും കേട്ടോ. അവരോട് ചിലവഴിക്കാൻ തന്നെ പറ്റിയ നല്ലതായിരിക്കും കേട്ടോ. ഇത് മാവാണ്, മാവിൽ മാങ്ങയും നാരങ്ങയുണ്ട്, നാരകം, ഗണപതി നാരങ്ങ, നമ്മുടെ വടുകപ്പുളി നാരങ്ങ, അതിൽ നാരങ്ങയും ഒക്കെ ഉണ്ട്. അവിടെ തന്നെ മിക്കവാറും സാധനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന ചേച്ചിക്ക് ഫോണൊക്കെ വന്ന് അവൾ സംസാരിക്കുകയാണ്. ഞാൻ അവിടെ കണ്ട് മാങ്ങ പിടിച്ചെടുക്കുന്നുണ്ടോ, ആ മാവിൽ നിറയെ മാങ്ങ ഉണ്ട്. എനിക്കതൊക്കെ കണ്ടോ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. ഞാൻ വെളിയിലേക്ക് ഇറങ്ങി നടന്ന് പിടിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡയറ്റിനെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ട് വന്നേ, ഡയറ്റിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോറ് കട്ട് ചെയ്തത്, അല്ലാതെ ഒന്നുകൊണ്ടും അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചോറിൻ്റെ അളവൊന്ന് കുറച്ചിട്ട് പച്ചക്കറികൾ കൂട്ടിയാൽ മതി. 100 രൂപയ്ക്കൊക്കെ കുറേ പച്ചക്കറി കിട്ടും. നമുക്ക് അവിയലും തോരനൊക്കെ വയ്ക്കാം. എന്നെ കളിയാക്കിയാണ് വ്ളോഗ് എടുക്കുന്നതെന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്നവർ കേട്ടോ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഞാനൊന്നും എടുക്കും. അവരാരും എടുക്കില്ല, ഒലിവാണ് കേട്ടോ അതിങ്ങനെ. ഒലിവെന്ന് പറഞ്ഞു, എനിക്ക് അറിഞ്ഞൊന്നുകൂടാ, അതുകൊണ്ട് ഞാനങ്ങ് പറയണേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ ഡയറ്റ് എടുത്ത് തുടങ്ങിയതാണ്. എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് ഞാൻ എടുക്കും. പറ്റുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ, എവിടെ വെച്ച് നിന്ന് പോകുമെന്നോ എനിക്കറിഞ്ഞൂടാ. കാരണം ചിലപ്പോൾ അരി മാത്രം, പക്ഷേ ചോറ് വയ്ക്കാൻ മാത്രമേ പറ്റുള്ളായിരിക്കും. ഞാൻ ഈ കാണുന്നത് പോലെ ഓരോ മനുഷ്യരും കാണുന്ന പോലെ ഒന്നുമല്ലല്ലോ. അവരുടെ ജീവിതങ്ങളിൽ ഒരുപാട് നിഗൂഢതകളും ഒക്കെ ഉണ്ട്. ഞാനൊരു പോരാളിയാണ്. ഞാൻ യുദ്ധം ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്നവരെ മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത്. ഞാൻ അവരുടെ മനസ്സിൽ എന്താണെന്ന് ചിന്തിച്ചാണ് നിൽക്കുന്നത്. അവരെ ദ്രോഹിക്കാതെയാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടില്ലാതാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. എന്നോടൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു അവരൊരു ത്യാഗമാണ് ചെയ്യുന്നത് എന്നൊന്നും അല്ല കരുതേണ്ടത്. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവർക്ക് പറ്റുന്നത് ആണ് എനിക്ക് വേണ്ടിയും ചെയ്യുന്നത്. അങ്ങനെ ഒരു പരസ്പര കൊടുക്കൽ വാങ്ങലുകളാണ് കേട്ടോ. അങ്ങനെ ഒരു ജീവിതമാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ കുറച്ച് കാണുന്ന മനുഷ്യരുണ്ട്, അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലൊക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കഴിച്ച ഉടനെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, 1/4 സ്പൂൺ ചോറ് പോലും കഴിച്ചു. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ ചോദിച്ചു അതെന്താ അങ്ങനെ, എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്നൊക്കെ. പക്ഷേ എനിക്ക് അത്രയും മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഈ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതാണ്. ഞാൻ കരളിന് പ്രശ്നം വന്ന് രോഗിയായാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇഷ്ടത്തോടെ സ്വന്തം ബീജ.